പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ആ വിഷ്വൽസ് എന്ന് പറയുന്നത് ഈ ഗോവിന്ദച്ചാമി പുറത്ത് കടക്കാൻ ശ്രമിച്ച ആ മതിൽക്കെട്ടിൽ ഏത് രീതിയിലാണോ തുണി ഉപയോഗിച്ച് വടം പോലെയാക്കി രക്ഷപ്പെട്ടത്, മതിൽ ചാടി കടന്നത് എന്നുള്ളതാണ്. നമുക്കത് കാണാം. ആ ഫെൻസിങ്ങിന് അറ്റത്തായി ആ തുണി അങ്ങനെ കിടക്കുന്നത്, അതിലൂടെയാണ് ഊർന്ന് രക്ഷപ്പെട്ടത് ഗോവിന്ദച്ചാമി എന്നുള്ളതാണ്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, ഈ പ്രതി എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. വലിയ മതിലാണ്. ആ മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് അയാൾ പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചത് കയറും തുണിയും ഉപയോഗിച്ചുള്ള നീളത്തിൽ വടം മാതിരി കെട്ടിക്കൊണ്ടാണ്. പക്ഷേ ഇത് ഇയാൾക്ക് തനിയെ ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചില സംശയങ്ങൾ കൂടി നിഴലിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇത്രയും ഉയരത്തിലേക്ക് ഇയാൾക്ക് എങ്ങനെ കടന്നു? ഈ തുണി അത് ആ മതിൽക്കെട്ടിൻ്റെ പകുതി ഭാഗം വരെ മാത്രമേ ഉള്ളൂ. തിരികെ താഴേക്ക് ചാടിയിരിക്കാനുള്ള വസ്തുത, അങ്ങനെയാണെങ്കിൽ പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇനി അന്വേഷണം നടക്കേണ്ടതുണ്ട്. പക്ഷേ എത്ര ആസൂത്രിതമായിട്ടാണ് ആ വ്യക്തി അത് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ നീക്കങ്ങൾ നടത്തുമ്പോഴൊന്നും അറിയാത്ത കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നല്ലോ ആ കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അങ്ങേയറ്റം അതിശയിപ്പിക്കുന്ന വസ്തുതയും. രോഹിണി, നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ഈ ഗോവിന്ദച്ചാമി ജയിലിൽ നിന്ന് പുറത്ത് ചാടാൻ ഉപയോഗിച്ച തുണിയും കയറിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ ആ ദൃശ്യത്തിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര ഉയരത്തിലാണ് ആ മതിലുള്ളത്. അതിന് മുകളിലേക്ക് ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട്. അവിടെ ആ ഫെൻസിങ് കടന്നാണ് ഇയാൾ താഴേക്ക് ചാടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ കൂടി വൈദ്യുതി പാസ് ചെയ്യുന്ന ഫെൻസിംഗ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫെൻസിംഗ് കടന്നിട്ട് വൈദ്യുതി പാസ് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആ ഫെൻസിംഗ് മറികടന്നിട്ടാണ് ഇയാൾ പുറത്തേക്ക് ചാടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഇത് ഇയാൾ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നൊരു സംശയം തന്നെയാണ് ഉയർന്നു വരുന്നത്. നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം, ബെഡ്ഷീറ്റ് പോലത്തെ എന്തൊരു തുണിയാണത്. ആ തുണി ഉപയോഗിച്ചാണ് ഈ ചാടിയിരിക്കുന്നത്. താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ഏതാണ്ട് 10 മീറ്റർ മാറിക്കഴിഞ്ഞാൽ ആ ദേശീയപാതയാണ്. ആ ദേശീയപാതയും നമുക്ക് മതിലിൻ്റെ ഒരു വലിപ്പം തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഈ ദേശീയപാതയുടെ ഒരു ഭാഗമാണ്. അത്തരമൊരു ഭാഗത്ത് ഇത്രയും ഉയരത്തിൽ മതിലുണ്ട്. മാത്രമല്ല, ഈ ദേശീയപാതയിലേക്ക് ഇവിടേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിരവധി വാഹനങ്ങൾ പോകുന്നൊരു സ്ഥലമാണ്. പോലീസിൻ്റെ ഒരു ശ്രദ്ധ, പോലീസിൻ്റെ ആയാലും ജയിലധികൃതരുടെ ആയാലും ഒരു ശ്രദ്ധ പതിയുന്നൊരു സ്ഥലം കൂടിയാണ്. അത്തരമൊരു സ്ഥലത്തു നിന്ന് എങ്ങനെയാണ് ഇയാൾ ഇത്ര സുഗമമായി രക്ഷപ്പെട്ട് കടന്നു പോകാൻ സാധിക്കുക എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. ഇത് ഇയാൾ ഒറ്റയ്ക്കാണോ ചാടിയിരിക്കുന്നത് എന്നൊരു ചോദ്യം തന്നെയാണ് ഒരു പ്രധാനമായി ഉയർന്നു വരുന്നത്. കാരണം 10-ാം ബ്ലോക്കിലെ 10B ബ്ലോക്കിലെ അതീവ സുരക്ഷാ ജയിലാണ്. അതായത് കൊടും കുറ്റവാളികളായ ആളുകൾ ആ ബ്ലോക്കിൽ നിന്ന് ഇത്തരം കൊടും കുറ്റവാളികളെ പുറത്തു പോലും വിടാറില്ല. അത്തരം ഒരു സ്ഥലത്തു നിന്നാണ് ഈ കൊടും കുറ്റവാളി മതിൽ ചാടി പുറത്തിറങ്ങി രക്ഷപ്പെട്ടിരിക്കുന്നത്. പുലർച്ചെ 1:30 ഇയാൾ ജയിൽ ചാടി പുറത്തു പോയതെന്ന് പറയുന്നുണ്ട്. 7:30 ഈ വിവരം ഔദ്യോഗികമായി ഇവർ സ്ഥിരീകരിച്ച് ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കുന്നത്. അപ്പോൾ തന്നെ ഏതാണ്ട് 6 മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഈ 6 മണിക്കൂർ കൊണ്ട് കണ്ണൂർ ജില്ല നമുക്കറിയാം കർണാടകയുടെ അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അതിർത്തി കടന്ന് പോകാനുള്ളൊരു സമയം അയാൾക്ക് ധാരാളം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. കാരണം ഇവിടെ നിന്ന് 2-2.5 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കർണാടക കുടക് ബോർഡറാണ്, ഇരിട്ടി വഴി കുടക് ബോർഡറാണ്. അത്തരത്തിൽ കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം. ഈ 6 മണിക്കൂർ കൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ജില്ല വിട്ട് അല്ലെങ്കിൽ സംസ്ഥാനം തന്നെ വിട്ടു പോകാനുള്ളൊരു സാഹചര്യമുണ്ട്. വൈകിയാണോ പോലീസിനെ സംബന്ധിച്ച് ഇൻഫർമേഷൻ കിട്ടിയെന്നുള്ള ഒരു സംശയം തന്നെയാണ് നിലനിൽക്കുന്നത്. അതിലും എങ്ങനെയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടി രക്ഷപ്പെട്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ചിത്രം തന്നെയാണ് നമുക്ക് മുന്നിൽ ദൃശ്യമാകുന്നത്. ചെറിയ കയർ കൊണ്ട് തുണിയിൽ കെട്ടി, ആ തുണി ഫെൻസിങ്ങിനോട് ചേർന്ന ഭാഗത്ത് കെട്ടി, ആ തുണിയിൽ കൂടിയാണ് അയാൾ ഈ ഇത്രയും 4 മീറ്റർ മുകളിൽ ഉയരമുള്ള 5 മീറ്റർ മുകളിൽ ഉയരമുള്ള ഈ ഒരു മതിൽ ചാടി കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും കൈക്ക് സ്വാധീനക്കുറവുള്ള ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇത്തരത്തിൽ ജയിൽ ചാടി കടന്നു പോകാൻ കഴിയുമോ എന്നൊരു ചോദ്യം തന്നെയാണ് ഉയർന്നത്. മാത്രമല്ല, ഇയാളോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയാളോടൊപ്പം അതേ സെല്ലിൽ മറ്റ് 2 പ്രതികൾ കൂടി ഉണ്ടായിരുന്നു. ആ പ്രതികൾക്കും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറിയിപ്പുണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ അവർ അറിഞ്ഞിരുന്നോ എന്നൊരു സംശയം തന്നെയാണ് നിലനിൽക്കുന്നത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് തിരച്ചിൽ വ്യാപകമാക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള പരിശോധനകൾ നടത്താൻ തന്നെയാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് തുടങ്ങി ഇയാൾ കടന്നു പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പരിശോധന ശക്തമാക്കാൻ തന്നെയാണ് ഇപ്പോൾ ഈ പോലീസിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി റേഞ്ച് ഐജിമാർ ഉൾപ്പെടെ ഇവിടെ എത്തി ഈ പരിശോധനകൾക്ക് നേതൃത്വം നൽകുമെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. രോഹിണി, അതുമാത്രമല്ല മിഥുന, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്
കയറും തുണിയും ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ ആ ഒരു നീളത്തിൽ വടം മാതിരി ഒരു തുണി കൊണ്ടുള്ള ഒരു വടം സൃഷ്ടിക്കുകയും അതിലൂടെ ഊർന്ന് ഇറങ്ങുകയും ചെയ്തു എന്നുള്ളത്. പക്ഷേ കൃത്യമായി അത് ആ ഫെൻസിങ്ങിൻ്റെ വശത്തുകൂടി തന്നെയാണ് കിടക്കുന്നത് എന്നുള്ളതാണ്. അതായത് നേരത്തെ മിഥുൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ രാത്രികാലങ്ങളിൽ ആ ഇലക്ട്രിക് ഫെൻസിങ് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഒരാൾക്കും അത് ചാടിക്കടക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. അത് ഓഫായി അല്ലെങ്കിൽ നിശ്ചലമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിശ്ചലമാക്കാൻ വേണ്ടി ആ മണിക്കൂറിൽ ആരോ പരിശ്രമിച്ചു എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു വിശദമായ അന്വേഷണം തുടർന്നുണ്ടാകില്ല. കാരണം എങ്ങനെയാണ് ഈ ഇലക്ട്രിക് ഫെൻസിങ് അടക്കമുള്ളവ വൈദ്യുതി ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയത്, എങ്ങനെയാണ് അംഗവൈകല്യമുള്ള ഒരു വ്യക്തിക്ക് ഇത്രയധികം ഉയരത്തിലേക്ക് കടന്ന് തിരിച്ച് ഈ തുണി ഉപയോഗിച്ച് ഇങ്ങനെ ഊർന്നിറങ്ങാൻ കഴിഞ്ഞത്, തുടർന്ന് അങ്ങോട്ട് രക്ഷപ്പെട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാത്തത്, ഇതെല്ലാം അന്വേഷണ വിധേയമാകേണ്ട കാര്യം തന്നെയല്ലേ? ഒരു അടിയന്തര നടപടി എന്നോണം പോലീസ് ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ജയിൽ ഉദ്യോഗസ്ഥരോട് അധികൃതർ വിശദീകരണം തേടിയിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക തലത്തിൽ എന്തെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ മിഥുൻ? കാരണം ഇതുവരെയായി നമ്മളോട്, മാധ്യമങ്ങളോടോ പൊതുസമൂഹത്തോടോ ഇതിന്മേലൊരു വിശദീകരണം നൽകാൻ ആരും തയ്യാറായിട്ടില്ലല്ലോ. തീർച്ചയായും ഇതുവരെ ഈ ഒരു ഔദ്യോഗിക വിശദീകരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എപ്പോൾ എങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ചൊരു ഔദ്യോഗിക വിശദീകരണം അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം വീഴ്ച അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഈ പ്രതി ഇത്രയും ഉയരമുള്ളൊരു മതിൽ ചാടിക്കടന്നു, അതിൻ്റെ ഒരു വ്യക്തത നമുക്ക് വന്നു കഴിഞ്ഞു. കാരണം ആദ്യം ഈ ഫെൻസിങ്ങിന് കയർ കെട്ടി, തുണി കൊണ്ട് കെട്ടി, അതിനുശേഷം ഒരു ചെറിയ നീളമുള്ളൊരു കയറുണ്ട്. ആ കയറിൽ നിന്ന് വീണ്ടും ഒരു ബെഡ്ഷീറ്റ് പോലത്തെ തുണി ഉപയോഗിച്ച് കെട്ടി മതിൽ ചാടി ഈ തുണിയിലൂടെ ഊർന്ന് പുറത്തേക്ക് ഇറങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഈ സംഭവം, അതായത് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടായെന്നൊരു ചോദ്യം തന്നെയാണ് ഉയരുന്നത്. കാരണം ഈ പുലർച്ചെ 1:30-ക്ക് ഇയാൾ ജയിൽ ചാടിയതിനു ശേഷം വിവരം പുറത്തു വരുന്നത് ഏതാണ്ട് 7:30-ഓടുകൂടിയാണ്. സ്വാഭാവികമായിട്ടും 1:30-ക്കൊക്കെ ജയിൽ അധികൃതർ ഇത് ശ്രദ്ധിച്ചിരുന്നു എന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ സംശയമായി നിലനിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ നേരത്തെ ഈ ജയിലിനുള്ളിലേക്ക് എത്തുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അല്പസമയത്തിനകം തന്നെ അധികൃതർ ഈ ഒരു പ്രദേശത്തു കൂടി വന്ന് പരിശോധന നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ഈ ജയിൽ ചാടിയ ആ ഒരു ഭാഗത്ത് നിന്ന് 50 മീറ്റർ പിന്നിട്ട് കഴിഞ്ഞാൽ ദേശീയപാതയാണ്. ഏതെങ്കിലും അതായത് മംഗലാപുരം സൈഡിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൈഡിലേക്കോ പോകുന്ന ചരക്ക് ലോറികൾക്ക് ഉൾപ്പെടെ കൈകാട്ടി രക്ഷപ്പെടാൻ ഉപയോഗിച്ച തന്ത്രം തന്നെ തുടർന്നുള്ള മണിക്കൂറുകളിലും പ്രായോഗികമാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മിഥുൻ